കഴിഞ്ഞ ഒരു മാസത്തിനിടെയുണ്ടായ കാലവർഷക്കെടുതികളിൽ കർഷകർക്കുണ്ടായത് വൻ നാശനഷ്ടം. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന വാഴ ഉൾപ്പെടെയുള്ള വിളകളാണ് കാറ്റിലും മഴയിലും തകർന്നത്. കഴിഞ്ഞ മാസം 15 മുതൽ ഈ മാസം 16 വരെ ജില്ലയിൽ 6.14 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതാണ് പ്രാഥമിക കണക്ക്. 12,089 കർഷകരുടെ കൃഷിയിലാണ് ഇക്കാലയളവിൽ നശിച്ചത്. കനത്ത തോതിൽ മഴ പെയ്ത കഴിഞ്ഞ മാസം 15 മുതൽ 28 വരെ 2,520 കർഷകർക്ക് വ്യാപക കൃഷിനാശമുണ്ടായി. ഇക്കാലയളവിൽ ജില്ലയിൽ 4.35 കോടി രൂപയുടെ കൃഷിനാശമാണ് പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 9,569 കർഷകർക്കും കൃഷിനാശം മൂലം നഷ്ടമുണ്ടായി. 1.79 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ 24 മുതൽ ഈ മാസം 16 വരെ ഉണ്ടായ കാറ്റിലും മഴയിലും 1041 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശമുണ്ടായത്. കൂടുതൽ കർഷകർക്ക് നഷ്ടം നേരിട്ടത് പീരുമേട്, അടിമാലി, നെടുങ്കണ്ടം ബ്ലോക്കുകളിലാണ്. പീരുമേട്ടിൽ 2,681 കർഷകരുടെ 333 ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. അടിമാലി ബ്ലോക്കിൽ 2,164 കർഷകരുടെ 95.97 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. നെടുങ്കണ്ടം ബ്ലോക്കിൽ 1,886 കർഷകർക്ക് 438 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശമുണ്ടായി. ദേവികുളത്ത് 635 കർഷകരുടെ 18 ഹെക്ടറിലും ഇളന്തേശം ബ്ലോക്കിൽ 425 കർഷകരുടെ 49 ഹെക്ടറിലും ഇടുക്കി ബ്ലോക്കിൽ 886 കർഷകരുടെ 36 ഹെക്ടറിലുമാണ് കൃഷിനാശമുണ്ടായത്. കട്ടപ്പന ബ്ലോക്കിൽ 779 പേർക്ക് കൃഷിനാശം നേരിട്ടു. 67.92 ഹെക്ടർ കൃഷിയും നശിച്ചു. തൊടുപുഴയിൽ 113 കർഷകരുടെ 2.92 ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. വാഴ, മരച്ചീനി പോലെയുള്ള തന്നാണ്ട് വിളകളും കുരുമുളക്, റബ്ബർ എന്നിവയും വ്യാപകമായി നശിച്ചു. വിപണിയിലെത്തിക്കാറായ വാഴകൾ കാറ്റിലും മഴയിലും നിലംപൊത്തിയത് കർഷകർക്ക് വലിയ നഷ്ടവുമുണ്ടാക്കി. ഏലം, കൊക്കോ, ജാതി, ഗ്രാമ്പു, തെങ്ങ്, കമുക്, പച്ചക്കറി എന്നിവയും വലിയ തോതിൽ നശിച്ചവയിൽ ഉൾപ്പെടും. പല കർഷകർക്കും ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. നഷ്ടത്തിന്റെ പ്രാഥമിക കണക്കുകളാണ് കൃഷിവകുപ്പ് ശേഖരിച്ചിരിക്കുന്നത്. ഫീൽഡ് പരിശോധനകൾ പൂർത്തിയാകുന്നതോടെ നഷ്ടക്കണക്ക് ഇതിനു മേലെയായി ഉയരുവാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.